ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റം എലമെന്റ്സ് ആണ്. ആർക്കിടെക്ചർ ടാബിൽ തന്നെ ഡേറ്റം പാനലിലെ ഡേറ്റം എലമെന്റ്സ് ആണ് ലെവൽ ആൻഡ് ഗ്രിഡ്. ലെവൽ, ഗ്രിഡ് ഒരു പ്രൊജക്റ്റിലെ എലിവേഷൻ റെഫറൻസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വോളിന്റെ ഹൈറ്റ് ലെവൽ 1 തൊട്ട് ലെവൽ 2 വരെ ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ലെവൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 എലിവേഷൻ ക്യാമറാസ് ഉണ്ട്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. എലിവേഷൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ വ്യൂസ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ സൗത്ത് എലിവേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് എലിവേഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ലെവൽസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എലിവേഷൻ തന്നെ ഓപ്പൺ ചെയ്യണം. സോ ഇവിടെ സൗത്ത് എലിവേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ലെവലുകളാണുള്ളത്, ലെവൽ 1 ആൻഡ് ലെവൽ 2. ഇവിടെ ലെവൽ 1നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിന്റെ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടി പാലറ്റിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് ലെവൽ 8 ഹെഡ്. ഈ കാണുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് ഈ ഒരു ഹെഡിനെയാണ് ലെവൽ ഹെഡ് എന്ന് പറയുന്നത്. ലെവലിനെ തന്നെ നെയിമും എലിവേഷനും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലെവലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പാലറ്റിൽ തന്നെ ലെവലിന്റെ നെയിം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ സെലക്ട് ചെയ്ത് ഗ്രൗണ്ട് ലെവലിനാണ് നെയിം കൊടുക്കുന്നതെങ്കിൽ ആ നെയിം കൊടുത്തു. ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പ്രോപ്പർട്ടി പാലറ്റിൽ തന്നെ അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, റീനെയിം ചെയ്യണോ എന്നുള്ളത്. ഈ റീനെയിമിൽ യെസ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ലെവലിന്റെ നെയിം ചേഞ്ച് ആവുന്നതിനൊപ്പം പ്രൊജക്ട് ബ്രൗസറിലും ഈ ഒരു നെയിം ചേഞ്ച് ആവുള്ളൂ. സോ ഇവിടെ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവലിന്റെ നെയിം ചേഞ്ച് ചെയ്യുന്നതിന് ഒപ്പം ഫ്ലോർ പ്ലാൻ, സീലിംഗ് പ്ലാൻ ഇവിടെ ഈ ഒരു പ്രൊജക്ട് ബ്രൗസറിലും ആ ലെവലിന്റെ നെയിം ചേഞ്ച് ആയി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ലെവൽ 2. ഈ ഒരു ലെവൽ 2വിന്റെ നെയിം ചേഞ്ച് ചെയ്യുന്നതിന് പ്രോപ്പർട്ടി പാലറ്റിൽ ചേഞ്ച് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവലിന്റെ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്ലിന്ത് ലെവലിനാണ് നെയിം കൊടുക്കുന്നതെങ്കിൽ നെയിം കൊടുത്തു, എൻ്റർ ക്ലിക്ക് ചെയ്തു, റീനെയിം യെസ് കൊടുത്തു, വീണ്ടും ചേഞ്ച് ആയി. ഈ എലിവേഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇവിടെ എലിവേഷൻ ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും എലിവേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 2 ലെവലുകൾ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി പുതിയതായിട്ട് ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ ടാബിൽ ഇവിടെ തന്നെ ഡേറ്റം പാനലിൽ ലെവൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആർക്കിടെക്ചർ ടാബിൽ ഡേറ്റം പാനലിൽ ലെവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ടൂൾ ആൻഡ് പിക്ക് ലൈൻ 2 ഓപ്ഷനാണ് ഇവിടെ ലെവൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു പിക്ക് ലൈൻ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ലൈൻ ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഒരു ലൈൻ വരയ്ക്കുന്നത് അവിടെ ലെവൽ ക്രിയേറ്റ് ആവും. ഒരു റെഫറൻസ് നമുക്ക് ലെവൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പിക്ക് ലൈൻ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ കറക്റ്റ് ഈ ഒരു അലൈൻമെന്റിൽ ലെവൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ പിക്ക് ലൈൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ ഇവിടെ ഈ ഒരു പിക്ക് ലൈൻ എന്നുള്ള ടൂള് ചൂസ് ചെയ്തതിന് ശേഷം ഓഫ്സെറ്റ് വാല്യൂ എത്രയാണോ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓഫ്സെറ്റ് വാല്യൂ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് ഒരു 3000 എന്നുള്ളൊരു ഹൈറ്റിലാണ് അടുത്ത ലെവൽ വേണ്ടത്. പ്ലിന്ത് ലെവലിൽ നിന്നും 3000. ആ ഒരു ഓഫ്സെറ്റ് വാല്യൂ കൊടുത്തതിന് ശേഷം ഈ ലെവലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലെവൽ ഇവിടെ ക്രിയേറ്റ് ആയി. ഈ ലെവലിനും ഇതുപോലെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ 1 എന്നുള്ള നെയിം കൊടുത്തു, എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിന്റെ നെയിമും അവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ യെസ് ക്ലിക്ക് ചെയ്യാം. റീനെയിം എന്നുള്ളത് യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെവൽ ഫ്ലോർ പ്ലാനിലും സീലിംഗ് പ്ലാനിലും ഇതുപോലെ ആഡ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ ലെവലിൽ അല്ലാതെ ഒരു 10 ലെവൽ ക്രിയേറ്റ് ചെയ്യണം. ഓരോ വട്ടം നമുക്ക് പിക്ക് ലൈൻ എന്നുള്ള മെത്തേഡ് ചൂസ് ചെയ്യുന്ന അത്ര ഈസി അല്ല. സോ അവിടെ നമുക്ക് ഓരോ ലെവലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അറേ ടൂൾ യൂസ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് ലെവൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആർക്കിടെക്ചർ ടാബിൽ തന്നെ ലെവൽ യൂസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അറേ ടൂൾ യൂസ് ചെയ്ത് ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ ടാബിൽ മോഡിഫൈ പാനലിൽ അറേ ടൂൾ AR ആണ് ഷോർട്ട് കീ. അറേ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര നമ്പർ ആണ് വേണ്ടത്. ഇപ്പൊ ലെവല് നമുക്കൊരു 6 ലെവൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്ത ലെവലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും 6 എണ്ണം വരിക. സോ നമുക്ക് എത്ര എണ്ണം ക്രിയേറ്റ് ചെയ്യണോ, 5 എണ്ണമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്പർ ആഡ് ചെയ്യേണ്ടത് 6 എണ്ണമായിട്ട് കൊടുക്കണം. എത്ര ലെവൽ ഉണ്ടോ അതിലും ഒരെണ്ണം ആഡ് ചെയ്തിട്ട് വേണം നമ്പർ കൊടുക്കാനായിട്ട്. സോ 5 നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 6 ആയിട്ട് നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ ആണ് വരുന്നത്, മൂവ് ടു സെക്കൻഡും മൂവ് ടു ലാസ്റ്റും. മൂവ് ടു സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ലെവലിനെ സെലക്ട് ചെയ്തു, മൂവ് ടു സെക്കൻഡ് കൊടുത്തു, ഒരു ലെവലിനെ സെലക്ട് ചെയ്തു. ഇതിവിടെ ഡബിൾ ക്ലിക്ക് ആവുമ്പോൾ
പോയതാണ്. ഒരു ലെവലിനെ സെലക്ട് ചെയ്തു. അറേ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു. മൂവ് ടു സെക്കൻഡ് കൊടുത്ത് ഒരു ലെവലിനെ സെലക്ട് ചെയ്ത് ഇതുപോലെ ടോപ്പിലേക്കാണ് ലെവൽസ് കൊടുക്കേണ്ടത്. എത്രയാണോ ഹൈറ്റ് വേണ്ടത്, ഇപ്പൊ 3000 എന്നുള്ള ഹൈറ്റിലാണ് അടുത്ത ലെവൽ വേണ്ടതെങ്കിൽ 3000 എന്നുള്ള നമ്പർ ആഡ് ചെയ്ത് കൊടുത്ത് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 3000 ഹൈറ്റ് ഡിഫറൻസിൽ ഓരോ ലെവൽ ക്രിയേറ്റ് ആയിട്ട് വരും. ഇതൊന്ന് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോപ്പിൽ ക്യുക്ക് ആക്സസ് ബാറിൽ തന്നെ മെഷർ ബിറ്റ്വീൻ ടു റെഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് ഇതുപോലെ മെഷർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 3000 എന്നുള്ള ഹൈറ്റിലാണ് ഓരോ ലെവലും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അതല്ലാതെ രണ്ടാമതൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു അറേ ടൂളിൽ. ആ ടൂൾ എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലെവലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറേ ടൂൾ എടുത്തു കഴിഞ്ഞാൽ മൂവ് ടു ലാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മൂവ് ടു ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുന്നത് വീണ്ടും 6 നമ്പർ കൊടുത്തു. ഈ ലെവലിനെ പിക്ക് ചെയ്ത് ഇപ്പൊ ഡിസ്റ്റൻസ് 4000 ആണെന്നുണ്ടെങ്കിൽ ആ 4000 എന്നുള്ള വാല്യൂ കൊടുത്ത് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 4000നെ തന്നെ ഡിവൈഡ് ചെയ്ത് എല്ലാ ലെവലുകൾ വരും, 6 ലെവലുകൾ വരും. സോ അതാണ് മൂവ് ടു ലാസ്റ്റും മൂവ് ടു സെക്കൻഡും തമ്മിലുള്ള ഡിഫറൻസ്. സോ നമുക്ക് വേണ്ടത് ഇങ്ങനെയായിരുന്നു. സോ ഇതുപോലെ ലെവൽ ക്രിയേറ്റ് ചെയ്തെടുത്തു. ക്രിയേറ്റ് ചെയ്ത് അറേ ടൂൾ യൂസ് ചെയ്ത് ലെവൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ലെവലുകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലായിരിക്കും വരുന്നത്. സോ ആ ലെവൽസ് ഒന്നും പ്രൊജക്ട് ബ്രൗസറിലേക്ക് ആഡ് ആയിട്ടും ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിനെ പ്രൊജക്ട് ബ്രൗസറിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വ്യൂ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ടാബിൽ തന്നെ ക്രിയേറ്റ് പാനലിൽ പ്ലാൻ വ്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലാൻ വ്യൂസിൽ ഫ്ലോർ പ്ലാൻ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ പ്ലാനിൽ തന്നെ ഹൈഡ് ആയിട്ടുള്ള ലെവൽസ് എല്ലാം ഉണ്ടായിരിക്കും. അതിനെ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ആ ലെവൽസ് എല്ലാം ഫ്ലോർ പ്ലാനിലേക്ക് ആഡ് ആയിട്ട് വന്നു. ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ സീലിംഗ് പ്ലാനിന് വേണ്ടിയിട്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും എലിവേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലേക്ക് ആ ലെവൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലിന്ത് ലെവലും ഗ്രൗണ്ട് ലെവലും കൂടിയിട്ട് ഓവർലാപ്പ് ചെയ്ത ഒരു ടെക്സ്റ്റ് വരുന്നുണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ലെവലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിക്സാഗ് ഷേപ്പ് കാണുന്നുണ്ടായിരിക്കും. ഇതാണ് ആഡ് എൽബോ. ഈ ആഡ് എൽബോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവല് ഇതുപോലെ ബെൻഡായി 2 പീസ് ആവും. ഇവിടെ 2 ബബിൾസ് കിട്ടും. ഇതിൽ ഈ ഒരു ബബിളിനെ അഡ്ജസ്റ്റ് ചെയ്ത് ലെവലിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ആഡ് എൽബോ കൊടുക്കാതെ ലെവലിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ലെവല് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിനെ സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിവേഷനും കൂടിയും അതിനനുസരിച്ച് ചേഞ്ച് ആവും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ലെവലിനെ സെലക്ട് ചെയ്ത് ആഡ് എൽബോ കൊടുത്തതിന് ശേഷം ഇതുപോലെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ലെവലിലേക്ക് നമ്മൾ കൊടുത്ത അഡ്ജസ്റ്റ്മെന്റ്സ്, ലെവലിന് കൊടുത്ത അഡ്ജസ്റ്റ്മെന്റ്സ് ഏത് എലിവേഷനിലാണോ കൊടുത്തത് ആ ഒരു എലിവേഷനിൽ മാത്രമായിരിക്കും. ഇപ്പൊ നോർത്ത് എലിവേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോർത്തിലേക്ക് അത് വരില്ല. നോർത്തിലേക്ക് ആ ഒരു എലിവേഷൻ ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആ ഒരു ചേഞ്ച്, ഇപ്പൊ സൗത്തിലെ എലിവേഷനിൽ ചേഞ്ച് കൊടുത്തതെങ്കിൽ സൗത്ത് എലിവേഷനെ സെലക്ട് ചെയ്ത് ഇവിടെ പ്രൊപ്പഗേറ്റ് എക്സ്റ്റെൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രൊപ്പഗേറ്റ് എക്സ്റ്റെൻസ് സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുക്കണം. ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് സൗത്തിലും നോർത്തിലും ആ ഒരു പ്രൊപ്പഗേറ്റ് എക്സ്റ്റെൻസ് കൊടുത്തത് വിസിബിൾ ആയിരിക്കും. ഇത് സൗത്ത് ടു നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ടു സൗത്ത്, ഈസ്റ്റ് ടു വെസ്റ്റ്, വെസ്റ്റ് ടു ഈസ്റ്റ്, ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ നമുക്ക് ലെവൽസിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഈ ലെവലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവലിന്റെ എൻഡിൽ ഒരു ബോക്സ് ഉണ്ടായിരിക്കും. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻഡിലും ഹെഡ് പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ലെവൽസിൽ വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് ഗ്രിഡ് ആണ്. ഗ്രിഡ് പ്ലാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൗണ്ട് ലെവൽ എന്നുള്ള പ്ലാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോളംസ്, മെയിൻ ആയിട്ട് സ്ട്രക്ചർ ഒക്കെ ചെയ്യുന്ന ടൈമിൽ കോളംസ് പ്ലേസ് ചെയ്യുക, ഫൗണ്ടേഷൻസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രിഡ്സിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആർക്കിടെക്ചർ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഗ്രിഡ് ഓപ്ഷൻ വരുന്നുണ്ട്. GR ആണ് ഷോർട്ട് കീ. വാളിന്റെ സെന്റർ ലൈനിലെല്ലാം ഗ്രിഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രിഡ് സെലക്ട് ചെയ്ത് ഗ്രിഡ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഏത് ഷേപ്പിലാണോ ലൈൻ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഗ്രിഡിന്റെ പ്രോപ്പർട്ടീസ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഈ ഒരു പ്രോപ്പർട്ടി പാനലിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും ലെവലിന്റെ നെയിം എഡിറ്റ് ചെയ്ത് കൊടുക്കാം.
ഇത്രയാണ് ഡേറ്റം എലമെന്റ്സിൽ വരുന്ന കാര്യങ്ങൾ.